തിരുവചനം തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ, സഹനങ്ങൾ ഏറുമ്പോൾ, ഞങ്ങൾക്കെതിരെ ശത്രുക്കൾ അണിനിരക്കുമ്പോൾ, ഞങ്ങളേറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ നിന്റെ കുരിശിൽ ആശ്രയിക്കുവാനും പരിശുദ്ധാത്മാവാൽ ശക്തിപ്പെടുവാനും ഞങ്ങളെ നീ സഹായിക്കണേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പോയി ബൈബിൾ എടുത്ത് തുറന്നു പിടിക്കുക. അതിന് മടി വിചാരിക്കരുത്. വചന ശ്രവണത്തിൽ ആദ്യം വേണ്ട പുണ്യം അനുസരണമാണ്. അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ വീട്ടിലിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ആ ബൈബിള് ഒന്നെടുത്ത് മടി വെക്കുക. തുറന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ അത്ര സുഖമുള്ള കാര്യമല്ല വായിക്കാൻ പോകുന്നത്. യോഹന്നാൻ 15-18 വാക്യത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ലോകം നിങ്ങളെ വെറുക്കും. ലോകം നിങ്ങളെ വെറുക്കും. 1-ാം വാക്യവും അതിൻ്റെ വിശദീകരണമാണ് ഈ 18-ാം വാക്യം. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ അതിന് മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുന്നു. ലോകം നിങ്ങളെ വെറുക്കും. വെറുപ്പെന്ന് കേൾക്കുമ്പോൾ ഉടനെ വിഷമിച്ച് പോകരുത്. ഇത് ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലോകം വെറുക്കും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം. മത്തായി 10:22. ഞാനിത് പറയുമ്പോൾ ആ താളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു. മത്തായി 10:22 നമ്മൾ വായിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. സംശയം മാറി. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. വെറുപ്പ്, ആ വാക്ക് നമ്മുടെ ഭാഗമാണ്. ഇനിയുമുണ്ട്. 2 തിമോത്തിയോസ് 3:12. പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 12-ാം വാക്യം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. സംശയം മാറി. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഞാൻ പറഞ്ഞത് ഈ വിഷയം ഇതത്ര സുഖമല്ല, കേട്ടിരിക്കാൻ സുഖമില്ല, മനസ്സിലാക്കിയാൽ ഒട്ടും സുഖം കാണത്തില്ല. അല്പം കഷ്ടപ്പാട് പിടിച്ച ഒരു വിഷയമാണ്. പക്ഷെ നമ്മളൊക്കെ അനുഭവിക്കുന്നത് യാഥാർത്ഥ്യമാണ്. എന്തിനാ ഇത്രയും വെറുപ്പ് എന്നോട്, ഞങ്ങളോട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വേറെ എങ്ങും തേടാൻ പോകണ്ട, ബൈബിളിൽ കിടപ്പുണ്ട്. വെറുക്കും. അപ്പോൾ ഈ ലോകമെന്ന് പറയുന്നത് എന്താണ്? അത് മനസ്സിലാക്കണം. എന്താണ് ഈ ലോകം? ആരെയാണ് ബൈബിൾ ലോകമെന്ന് പറഞ്ഞിരിക്കുന്നത്? അച്ഛൻ ഈ പറഞ്ഞു വരുമ്പോൾ പിന്നെയും ലോകമെന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? അതിൻ്റെ ഉത്തരവും മറ്റെങ്ങൊന്നും പറയുന്നില്ല, ബൈബിളിൽ തന്നെ പറയാം. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഇങ്ങനെയാണത് വായിക്കുന്നത്, കേൾക്കുക. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകം വന്നു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്: എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ലോകം. ഇതാരിലൊക്കെ കാണുന്നോ അവരൊക്കെ ലോകമാണ്. ഒന്ന് ഓർത്താൽ മതി. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, അഹന്ത, ഇതിൽ ഇടപെടുകയും ഈ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം. ആ ലോകം നിങ്ങളെ വെറുക്കും. പിന്നെ ഈ വെറുക്കും എന്ന് പറയുമ്പോൾ പറയുന്ന എനിക്കും നിങ്ങൾക്കും സുഖമില്ല, സന്തോഷമില്ല, ഞെട്ടലാണ്. ഞെട്ടരുത്. വെറുപ്പ് അനുഭവിക്കുമ്പോൾ ഞെട്ടരുത്. കാരണം ഞെട്ടേണ്ട കാര്യമില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്.
1 പത്രോസ് 4:12. 1 പത്രോസ് 4:12. അതിങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. അഗ്നിപരീക്ഷ നിനക്കുള്ളതാണ്, നിനക്ക് വിധിച്ചിട്ടുള്ളതാണ്. അത് നിന്റെ വീട്ടകത്തും ചിലപ്പോൾ കിട്ടും. കുടുംബാംഗങ്ങൾ തരും അഗ്നിപരീക്ഷകൾ. നിന്റെ ജോലി സ്ഥലത്ത് കിട്ടും അഗ്നിപരീക്ഷകൾ. സമൂഹത്തിൽ നിന്ന് കിട്ടും അഗ്നിപരീക്ഷകൾ. ഞെട്ടരുത്, പരിഭ്രമിക്കരുത്. അപ്രതീക്ഷിതമായി സംഭവിച്ചതുപോലെ പരിഭ്രമിക്കരുത്. അത് പ്രതീക്ഷിച്ചിരിക്കുക. ഇനിയുമുണ്ട് അതുപോലെ തന്നെ 1 യോഹന്നാൻ 3:13. 1 യോഹന്നാൻ 3:13 നമ്മൾ വായിക്കുന്ന കാര്യം: സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. അതിനകത്ത് വിസ്മയിക്കാനൊന്നും ഇല്ലെന്ന്. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. അപ്പം ഞാൻ ഈ പരത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വചനത്തിൻ്റെ പല ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലോകം എന്താണ്? ലോകമെന്ന് മനസ്സിലായി. ജഡത്തിൻ്റെ കണ്ണുകളുടെ ദുരാശകളിൽ അഹന്തയിൽ ജീവിക്കുന്നവർക്ക് ബൈബിൾ കൊടുക്കുന്ന പേരാണ് ലോകം. ആ ലോകം നിങ്ങളെ വെറുക്കും. എന്തുകൊണ്ട് വെറുക്കുന്നത്? വെറുക്കുന്നതിൻ്റെ കാരണത്തിലേക്ക് വരികയാണ്. ഈ പറയുന്ന 4 കാരണങ്ങൾ അറിഞ്ഞു വെക്കുന്ന നല്ലതാണ്. പഠിച്ചിട്ട് എന്നാ മെച്ചം? ഇനി വെറുപ്പ് അനുഭവിക്കുമ്പോൾ ഇതാണ് ഇവരെന്നെ വെറുക്കുന്നതിൻ്റെ കാരണമെന്നെങ്കിലും അറിഞ്ഞിരിക്കാമല്ലോ. എന്തുകൊണ്ട് ലോകം നമ്മളെ വെറുക്കുന്നു? 4 കാരണങ്ങൾ പറയാൻ പോവാണ്. എന്തുകൊണ്ട് ലോകം നമ്മളെ വെറുക്കുന്നു? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ എന്നോട് എന്തിന് ഈ വെറുപ്പ്? മാമോദീസ ജലം തലയിൽ വീണവൻ എന്ന കാരണത്താൽ എന്തുകൊണ്ട് എന്നോട് ഈ പീഡനം? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾ പൊതുവെ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത, രക്തം വീഴാൻ അത് കാണാൻ ആഗ്രഹിക്കാത്തവൻ എന്തുകൊണ്ട് കൊല്ലപ്പെടണം? എന്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യൻ കണ്ണീരൊഴുക്കേണ്ടി വരുന്നു? അതിൻ്റെ കാരണമാണത്. 4 കാരണങ്ങൾ. നമ്മളും ഒരുങ്ങിയിരിക്കണം. നമ്മളും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്തുകൊണ്ട് ലോകം നമ്മളെ പീഡിപ്പിക്കുന്നു? 4 കാരണങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇതിവിടെ ഉണ്ട്, ബൈബിളിലുള്ളതാണ്. നമ്മൾ ഈ ധ്യാനിക്കുന്ന ഈ ഭാഗത്ത് യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 18-27 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യമാണ്. 19-ാം വാക്യത്തിൽ ആദ്യത്തെ കാരണം പറഞ്ഞിട്ടുണ്ട്: നമ്മൾ ലോകത്തിൻ്റെതല്ല. ഒന്നാമത്തെ കാരണം, ലോകം നമ്മളെ വെറുക്കുന്നതിന് ഒന്നാമത്തെ കാരണം, നമ്മൾ ലോകത്തിൻ്റെതല്ല. വി ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്. നമ്മൾ ലോകത്തിൻ്റെതല്ല. ആയിരുന്നു പിറന്നപ്പോൾ. പക്ഷേ ഒരിക്കൽ നിന്നെ തലോട്ടപ്പനും തലോട്ടമ്മയും കൂടെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ദേവാലയത്തിൻ്റെ ആനവാതിൽക്കൽ വെച്ച് ആദ്യത്തെ പൂശൽ നടത്തി. ചോദ്യം തരുന്നറിയാമോ? പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും നീ ഉപേക്ഷിക്കുന്നോ? ലോകമെന്ന് വിളിച്ച് നമ്മൾ ബൈബിളിൽ വിളിച്ചു കേട്ട ആ കാര്യങ്ങളെ നീ ഉപേക്ഷിക്കുന്നോ? നിനക്ക് വേണ്ടി തലോട്ടപ്പനും തലോട്ടമ്മയും ഉത്തരം പറഞ്ഞു, ഉപേക്ഷിക്കുന്നു. ആദ്യത്തെ പൂശൽ നെറ്റിയിൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടവനായി കഴിഞ്ഞു. പള്ളിക്കകത്ത് വന്നു. പുറത്തു വെച്ച് നമ്മുടെ കർമ്മങ്ങളിൽ പുറത്തു വെച്ച് നെറ്റിയിൽ തൈലം പൂശുമ്പോൾ അർത്ഥം പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്നു, പിശാചിനെ തള്ളിപ്പറയുന്നു. പള്ളിക്കകത്ത് വന്ന് മാമോദിസ തൊട്ടിയുടെ ചാരത്ത് വെച്ച് രണ്ടാമത്തെ പൂശൽ നെഞ്ചിൽ. എന്തെന്നറിയാമോ അർത്ഥം? പുതിയ മനുഷ്യനെ ധരിക്കുന്നു, മിശിഹായെ നീ ധരിക്കുന്നു, നീ പുതിയതായി. മൂന്നാമത്തെ തൈലാഭിഷേകത്തിൻ്റെ പൂശൽ വീണ്ടും മൂറോൻ തൈലം സൈത്ത് നെറ്റിയിൽ പൂശും. എന്താ അർത്ഥം എന്നറിയാമോ? സ്വർഗത്തിലേക്ക് നീ യാത്ര പൊക്കോ. നീ ഇവിടുത്തെ അല്ല, സ്വർഗത്തിലേക്ക് ചിറകുകൾ വിരിച്ച് നീ യാത്ര പൊക്കോ. ആ നിമിഷം തൊട്ട് ക്രിസ്ത്യാനിയുടെ ജീവിതം സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. നീ ഈ ഭൂമിയുടേതല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്നെ ആരും എതിർക്കുന്നൊന്നും ഇല്ലല്ലോ. അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ തൊഴിൽ സ്ഥലത്തോ ഞാൻ ആയിരിക്കും സമൂഹത്തിലോ ആരും എന്നെ ക്രിസ്ത്യാനി എന്ന പേരിൽ എന്നെ വെറുക്കുന്നില്ല. വെറുക്കുന്നില്ലെങ്കിൽ ഉത്തരം മനസ്സിലാക്കിക്കോ, നീ ഇതുവരെ ക്രിസ്ത്യാനി ആയിട്ടില്ല. നീ ഇതുവരെ ക്രിസ്ത്യാനി ആയിട്ടില്ല. ക്രിസ്ത്യാനി എന്ന പോലെ അഭിനയിച്ചതേ ഉള്ളൂ. ക്രിസ്ത്യാനിയാണെങ്കിൽ നീ ലോകത്തിൻ്റെതല്ല, നീ വെറുപ്പ് വാങ്ങിക്കും. ഇത് ബൈബിളിലുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17:16. യോഹന്നാൻ 17:16. ഞാൻ ലോകത്തിൻ്റേത് അല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ഈശോ തന്നെ പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിൻ്റേത് അല്ലാത്തതുപോലെ എൻ്റെ ജനവും എൻ്റെ അനുയായികളും അവരും ലോകത്തിൻ്റേത് അല്ല.
2 Korinthos 5:17 പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം ഇതാണ്: ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. കഴിഞ്ഞു. നീ ഇനി പഴയ ആളല്ല, നീ ഇനി ലോകത്തിൻ്റെതല്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഈ പീഡനം? അതായിരുന്നു ചോദ്യം. ഒന്നാമത്തെ കാരണം പഠിക്കണം, മനസ്സിലാക്കണം, റിവിഷൻ വരും. ഒന്നാമത്തെ കാരണം നമ്മൾ ലോകത്തിൻ്റേത് അല്ല. രണ്ടാമത്തെ കാര്യം, നമ്മളെ കാണുന്നവർ മിശിഹായെ കാണുന്നു. അതാണ് കാര്യം. ഈശോയെ വെറുക്കുന്നവരാണ് നമ്മളെ വെറുക്കുന്നത്. നോക്കിക്കോ, ഈശോയുമായി താരതമ്യം ചെയ്താണ് നമ്മളോട് ഈ വെറുപ്പ്. ഈശോയെ വെറുത്തവരുണ്ട്, അപ്പോൾ ആ വെറുപ്പ് നമ്മളും ഏറ്റെടുക്കേണ്ടി വരും. ഈശോയെ വെറുക്കുന്നവർ നമ്മളെയും വെറുക്കുന്നു. അതാണ് വെറുപ്പിൻ്റെ രണ്ടാമത്തെ കാരണം. 2 Korinthos 4:9-11 വാക്യങ്ങളിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. 2 Korinthos 4-ാം അധ്യായത്തിൻ്റെ 9-11 വാക്യത്തിൽ. മൂന്നാമത്തെ കാരണം, എന്തുകൊണ്ട് ഇവർ നമ്മളെ പീഡിപ്പിക്കുന്നു, ചുറ്റുമുള്ളവർ നമ്മളെ പീഡിപ്പിക്കുന്നു? മൂന്നാമത്തെ കാരണം ഈശോ തന്നെ പറയുകയാണ്, അവർക്ക് ദൈവത്തെ അറിയത്തില്ല. ദൈവത്തെ അറിയാത്ത ലോകമാണ് നമ്മളെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അങ്ങനല്ലല്ലോ, എല്ലാവർക്കും ദൈവത്തെ അറിയാമല്ലോ. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തെറ്റാണ്. ലോകം ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരാൻ ഒരാൾ, എനിക്ക് കാര്യങ്ങൾ എൻ്റെ സൗകര്യത്തിന് എൻ്റെ സമയത്ത് ചെയ്തു തരാൻ ഒരാൾ, അങ്ങനെയാണ് ദൈവം. പക്ഷേ ഈശോ പരിചയപ്പെടുത്തിയും അങ്ങനെയല്ല. ശരി തെറ്റുകൾ പറഞ്ഞു തരുന്ന, നിന്നിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്ന, നിന്നെ നന്മ ചെയ്യാൻ നിരന്തരം പ്രേരിപ്പിക്കുന്ന, പാപത്തിൽ നിന്നും ഓടിയകലാൻ നിന്നെ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്ന ദൈവം. ആ ദൈവത്തെ അവർക്ക് അറിഞ്ഞുകൂടാ, ലോകത്തിന് അറിഞ്ഞുകൂടാ. ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്, ആ അജ്ഞത കൊണ്ടാണ് അവർ നമ്മളെ പീഡിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 2-3 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 2-3 വാക്യം. അതിൽ പ്രത്യേകിച്ച് 3-ാമത്തെ വാക്യം, 2-3 വാക്യം ഇങ്ങനെയാണ്: അവർ സിനഗോഗുകളിൽ നിങ്ങളെ പുറത്താക്കും, നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. നിങ്ങളെ അവർ പീഡിപ്പിക്കും. നിന്നെ കൊല്ലുന്നവൻ ദൈവത്തെ സന്തോഷിപ്പിക്കുകയാണ് എന്ന് ചിന്തിച്ച് തന്നെ നിന്നെ കൊല്ലും. എന്നിട്ട് പറയുകയാണ്, അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ല. അവർക്ക് ദൈവത്തെ അറിയത്തില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇട്ടി പീഡിപ്പിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിലൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. പൗലോസ്ലീഹ ഒരു നാട്ടിൽ ചെന്നിട്ട് അവിടെ കാണുന്നൊരു കാഴ്ച, അജ്ഞാത ദേവന് എന്ന് പറഞ്ഞ് ബലിയർപ്പിക്കുകയാണ്. കാരണം എന്താ? എന്തുകൊണ്ട് ഈ അജ്ഞാത ദേവൻ? അറിഞ്ഞുകൂടാ ദൈവത്തെ. അത് അപ്പസ്തോല പ്രവർത്തനം 23-ാമത്തെ വാക്യം, 17-ാം അധ്യായം 23-ാമത്തെ വാക്യം. അറിഞ്ഞുകൂടാ, അജ്ഞത, ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത വിശ്വാസികളുടെ പീഡനത്തിന് കാരണമാകുന്നു. 4-ാമത്തെ കാരണം, നമ്മൾ തിന്മയെ വെറുക്കുന്നു, പാപത്തെ വെറുക്കുന്നു നമ്മൾ. അതുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നേരത്തെ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം. നമ്മളെ ആരും വെറുക്കുന്നില്ലല്ലോ. കാര്യം എന്താ? നീ പാപത്തെ വെറുക്കുന്നില്ല, പാപകാര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല, പിന്നെ ആരും നമ്മളെ വെറുക്കത്തില്ല. നമ്മളെ വെറുക്കുന്ന 4-ാമത്തെ കാരണം, നമ്മൾ പാപത്തെ വെറുക്കുന്നു. 4 കാരണങ്ങൾ. ഈ കാരണങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണെന്നറിയാമോ? ഈ 4 കാര്യവും നമ്മൾ ജീവിക്കാൻ കടപ്പെട്ടവരാണെന്നേ. ഒന്നാമത്തത്, നമ്മൾ ലോകത്തിൻ്റെതല്ല, ആ കാരണത്താൽ വെറുക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ഒട്ടും ലോകത്തിൻ്റെത് അല്ലാതിരിക്കണം. വെറുപ്പിനെ പേടിക്കരുത്. രണ്ടാമത്തത്, മിശിഹായുമായി നമ്മെ താരതമ്യം ചെയ്യുന്നു. നമ്മളെ കാണുന്നവർ മിശിഹായെ കാണുന്നു, മിശിഹായെ പീഡിപ്പിക്കുന്നു. പക്ഷെ ചിലർക്ക് നമ്മളെ കണ്ടാൽ മിശിഹായുമായിട്ട് യാതൊരു ബന്ധവും തോന്നത്തില്ല. പിന്നെ നമ്മൾ സേഫാണ്, നമ്മളെ പീഡിപ്പിക്കത്തില്ല. താരതമ്യം ചെയ്യട്ടെ നമ്മളെ മിശിഹായുമായിട്ട്. മൂന്നാമത്തത്, ലോകത്തിന് ദൈവത്തെ അറിയത്തില്ല. 4-ാമത്തത്, നമ്മൾ പാപത്തെ വെറുക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നത്. ഇതല്പം കൃത്യം ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ ഓരോന്നോരോന്ന് അടുക്കി വെച്ച് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി, കൃത്യം ഒരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇതിനെ അതിജീവിക്കും. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒടുക്കം അവസാന വാക്യങ്ങളിൽ 27-ാം വാക്യം പറയുന്ന കാര്യം, നിങ്ങൾ ഈ പീഡനങ്ങളെ അതിജീവിക്കും. വിശ്വസിക്കുക, നിങ്ങൾ ഈ പീഡനങ്ങളെ അതിജീവിക്കും. 2 കാര്യങ്ങൾ വഴി. 1, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ. 2, നിങ്ങളുടെ തന്നെ സാക്ഷ്യത്തിൻ്റെ ശക്തിയാൽ. അതായത് ഈ പീഡനങ്ങളുടെ നടുവിലും വീണ്ടും വീണ്ടും ക്രിസ്തീയ സാക്ഷ്യം കൊടുത്ത് ഈ പീഡനത്തെ, ഈ പീഡകരെ നിങ്ങൾ അതിജീവിക്കും. പരിശുദ്ധാത്മാവിനാലും സാക്ഷ്യത്തിൻ്റെ ശക്തിയാലും നമ്മൾ ഇതിനെ അതിജീവിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിക്ക് പീഡനം പുതുമയല്ല.
വിശ്വാസിക്ക് പീഡനം പുതുമയല്ല. 12 സ്ലീഹന്മാരിൽ കട്ടിലേ കടന്ന് മരിച്ച സ്ലീഹ ഒറ്റ ഒരാളേ ഉള്ളൂ. അവിടെ തുടങ്ങിയതാണിത്. അവിടല്ല, അതിന് മുമ്പ് കാൽവരിയിൽ തുടങ്ങിയതാണിത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പീഡനമെന്ന് ഓർക്കണേ. 12 സ്ലീഹന്മാരിൽ കട്ടിലിൽ കിടന്ന് മരിച്ചത് ഒരൊറ്റ സ്ലീഹയാണ്. ആരാണത്? യോഹന്നാൻ സ്ലീഹ. വാർദ്ധക്യത്തിൽ മരിച്ച ഏക ശിഷ്യൻ. ബാക്കി 11 കൊല്ലുകയായിരുന്നു. പത്രോസ് എങ്ങനെയാണ് മരിച്ചത്? തലകീഴായി കുരിശയിൽ തൂക്കിയിട്ട് കൊന്നു. കുരിശയെ തറയ്ക്കാൻ ചെന്നപ്പോൾ പത്രോസ് പറഞ്ഞു, എനിക്കിങ്ങനെ മരിക്കാൻ യോഗ്യതയില്ല, എൻ്റെ ഗുരു മരിച്ച രീതിയാണിത്, അതുകൊണ്ട് തന്നെ തലകീഴായിട്ട് കുരിശയെ തറച്ചു. യാക്കോബ് ആദ്യത്തെ ശിഷ്യന്മാരുടെ ഗണത്തിൽ രക്തസാക്ഷി. എസ്തഫാനോസ് ആദ്യ രക്തസാക്ഷിയാണ് സഭയിലേത് എങ്കിൽ 12 ശിഷ്യന്മാരിൽ ആദ്യം മരിച്ച സ്ലീഹായാണ് യാക്കോബ്. കഴുത്തറത്ത് കൊന്നു. അന്ത്രയോസിന്റെ മരണമാണ് ഭീകരത. അന്ത്രയോസിനെ എങ്ങനെ കൊന്നറിയാമോ? ഉച്ചി മുതൽ പാദം വരെ തൊലി ഉരിഞ്ഞെടുത്തു. ഉച്ചി മുതൽ പാദം വരെ ചർമ്മം ഉരിഞ്ഞെടുത്തിട്ട് ചുട്ടുകൊന്നു. പീഡനം. തോമായെ കുന്തത്താൽ കുത്തിക്കൊന്നു. സഹിക്കാത്ത ഏത് വിശുദ്ധനുണ്ട്? ലോകം വെറുക്കാത്ത ഏത് വിശുദ്ധനുണ്ട് 2000 വർഷത്തെ ചരിത്രത്തിൽ? ഇന്ന് വിശുദ്ധരുടെ തിരുനടയിൽ തിരികത്തിക്കാനും മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുമൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ജീവിച്ചിരുന്ന കാലത്ത് ലോകം സ്നേഹിച്ച ഏത് വിശുദ്ധനുണ്ട്? ലോകം എതിർത്തിട്ടുള്ള വിശുദ്ധരെ. പിന്നീടാണ് അവർ വിശുദ്ധി നമുക്ക് പോലും മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ വിശുദ്ധിയുടെ അംശങ്ങളുണ്ടെങ്കിൽ, സുവിശേഷത്തിൻ്റെ തീ ചങ്കിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വെറുക്കാൻ ചുറ്റും ഒരുപാട് പേര് ഉണ്ടാകും. അതിന് നിങ്ങൾ ഭയപ്പെടരുത്. അപ്പോൾ ചോദിക്കുകയും, സ്വസ്ഥതയോടെ ജീവിക്കണ്ടേ? എന്നാൽ പിന്നെ അധികം പള്ളിയും പ്രാർത്ഥനയും ഒന്നും ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത്? ഇങ്ങനെ പീഡനം തന്നെയാണ് ജീവിതം നമ്മൾ അനുഭവിക്കാൻ പോകുന്നതെങ്കിൽ ഇതൊന്നും ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത്? പുറപ്പാട് പുസ്തകത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനിതിൻ്റെ ഉത്തരം കണ്ടെത്തി. എന്നെ വല്ലാണ്ട് ആശ്വസിപ്പിച്ച ഒരു ഉത്തരമാണിത്. നിങ്ങൾക്കും അത് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശയെ ദൈവം അയക്കുകയാണ്. ഈജിപ്തിലേക്ക് അവിടുന്ന് എൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരണം. മോശ ആദ്യമൊക്കെ എതിർത്തു. പിന്നെ ദൈവം ശക്തി കൊടുത്തനുസരിച്ച് മോശ പോയി. മോശ പോയിട്ട് ഫറവോയോട് കാര്യം പറഞ്ഞു. ഫറവോ സമ്മതിച്ചില്ല. പിന്നെ എന്താ സംഭവിക്കുന്നറിയാമോ? പിന്നെ ദൈവം തീരുമാനിച്ചതനുസരിച്ച് ഈജിപ്തിൻ്റെ മേൽ മഹാമാരികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് അയക്കുകയാണ്. ആദ്യം ഈ മോശ, നിങ്ങൾ വായിക്കണം ഇത് കേട്ടോ, പുറപ്പാട് 7, 8, 9 അധ്യായങ്ങളിൽ ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ഈ കാര്യം കിടപ്പുണ്ട്. പുറപ്പാട് 7, 8, 9 അധ്യായങ്ങൾ. അല്പമൊക്കെ ഫ്രീ ടൈം കിട്ടാത്തത് ആരാ ഉള്ളത്? ഇതൊന്ന് വായിക്കുക. ഈ ഭാഗം പുറപ്പാട് 7, 8, 9 അധ്യായങ്ങൾ ഒന്ന് വായിച്ചേക്കണം. ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യം കൃത്യം മനസ്സിലാകും. മോശ വന്നു, ഫറവോയുടെ മുമ്പിൽ നിന്നു, മര്യാദയ്ക്ക് പറഞ്ഞു, കേട്ടില്ല. ദൈവം പറഞ്ഞതനുസരിച്ച് മോശ കയ്യിലിരുന്ന വടി എടുത്ത് അങ്ങോട്ടിട്ടു. ഇട്ടപ്പോൾ ഈ വടി സർപ്പമായിട്ട് മാറി. ഉടനെ ഫറവോ ചെയ്തത്, ഫറവോ തൻ്റെ കൊട്ടാരത്തിലെ മന്ത്രവാദികളെ വിളിച്ചു. വാട മക്കളെ കാണിച്ചു കൊടുക്കുക. മന്ത്രവാദികളും വടിയിട്ടു, സർപ്പമായി മാറി. നന്മ ചെയ്തത് തിന്മ ചെയ്തു. അത്ഭുതം ചെയ്തു. ഒരു കാര്യം മനസ്സിലായോ? അത്ഭുതം ചെയ്തത് കൊണ്ട് മാത്രം ആരും പുണ്യപ്പെട്ടവരല്ല. അത് ഓർത്തേക്കണേ. മോശ ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകൻ ചെയ്ത അതേ കാര്യം ഫറവോയുടെ കൊട്ടാരത്തിലെ മന്ത്രവാദികളും ചെയ്തു. വടിയിട്ടു, സർപ്പമായി. ഇപ്പുറത്തും വടിയിട്ടു, സർപ്പമായി. രണ്ടാമത് മോശ ചെയ്തത് ഈജിപ്തിലെ പുഴയിലെ ജലം രക്തമാക്കി. ഒട്ടും താമസിച്ചില്ല, മന്ത്രവാദികളും വന്നു, ജലമൊക്കെ രക്തമാക്കി. തുല്യം സ്കോർ ലെവലായിട്ട് നിൽക്കുകയാണ്. മൂന്നാമത് തവളകൾ. മോശ വന്നിട്ട് നാട് മുഴുവൻ തവളകളാക്കി. അതായത് മനുഷ്യൻ്റെ ദേഹത്തും വീടിനകത്തും നാട്ടിലുമെല്ലാം തവളകൾ. മന്ത്രവാദികളും വിളിച്ചു തവളകളെ. വീണ്ടും സ്കോർ ലെവൽ കട്ടക്കട്ടയ്ക്ക് നിൽക്കുകയാണ്. അടുത്തത് 4ാമത്തെ മഹാമാരി. മോശ പേൻ വർദ്ധിപ്പിച്ചു. നാട് മുഴുവൻ പേൻ. മന്ത്രവാദികൾ ശ്രമിച്ചു നോക്കി, നടന്നില്ല. ഉടനെ മന്ത്രവാദികൾ ഓടിക്കിതച്ച് ഫറവോയുടെ അടുത്ത് നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ മന്ത്രവാദികൾ ഫറവോയോട് പറഞ്ഞു, ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു. ഇത്രയും നേരം മോശയോട്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ പര്യായമായ മോശയോട് മല്ലിട്ട
മന്ത്രവാദികൾ ഇവിടെ 4ാമത്തെ ഘട്ടമെത്തിയപ്പോൾ പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് ഇത് പറഞ്ഞ പാടെ ഇവരങ്ങോട്ട് വിശ്വാസികളായെന്ന്. ഇല്ല കേട്ടോ, അതൊന്നുമില്ല. ഇവർ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നത്. അതായത് ഒരുമിച്ചോടിത്തുടങ്ങിയൊരു ഓട്ടം കിതയ്ക്കാൻ തുടങ്ങി, തിന്മ കിതയ്ക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ അവരെ കൊണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റൂ. നമുക്കൊരു പോരാട്ടം നൽകാൻ, വെല്ലുവിളി നൽകാൻ തിന്മയ്ക്കിതാ ആ ഘട്ടം വരെയൊക്കെ പറ്റൂ. പതുക്കെ അണയ്ക്കാൻ തുടങ്ങി, തിന്മ കിതയ്ക്കാൻ തുടങ്ങി. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊരു മഹാമാരി വരുന്നുണ്ട്. വ്രണങ്ങൾ ബാധിക്കും. ഈജിപ്തുകാരുടെ മേൽ വ്രണങ്ങൾ ബാധിക്കും. വ്രണങ്ങൾ ഈജിപ്തിലുള്ളവരുടെ മേൽ മാത്രമല്ല, ഈ മന്ത്രവാദികളുടെ ദേഹത്തും മുഴുവൻ വ്രണമായി. മന്ത്രവാദികളുടെ ദേഹത്തും മുഴുവൻ വ്രണമായി. എന്നിട്ട് നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം കേട്ടോ, പുറപ്പാട് 9:11. അതിങ്ങനെയാണ്: എല്ലാ ഈജിപ്തുകാരോടുമൊപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ആദ്യം മോശയുടെ ഒപ്പം നിന്നവർക്ക്, പിന്നീട് കിതച്ചവർക്ക് ഇപ്പതേ മോശയുടെ മുൻപിൽ നിൽക്കാൻ കെൽപ്പില്ലാതെ തുന്നമ്പാടി ഓടിപ്പോകുകയാണ്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നിനക്കൊന്ന് പിടിച്ചു നിൽക്കാവോ ഒരു കുറച്ച് നേരത്തേക്ക്? ആദ്യം പീഡനം ഉണ്ടാകും, സംശയമില്ല. ആ പീഡനത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഒന്ന് പിടിച്ചു നിൽക്കാവോ? കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നിന്നെ പീഡിപ്പിക്കുന്നവർ തിന്മ കിതയ്ക്കും. പിന്നെയോ നിന്റെ മുമ്പിൽ നിൽക്കാതെ അവർ മാറിക്കളയും. അതുകൊണ്ട് പീഡനങ്ങളുടെ ലോകത്ത്, പീഡകരുടെ നടുവിൽ തൻ്റെ ഇടത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കാൻ കർത്താവ് തമ്പുരാനോട് കൃപ ചോദിക്കാം നമുക്ക്. പീഡകരുടെ മുമ്പിൽ പീഡിപ്പിക്കപ്പെട്ട ഈശോ, ആ പീഡനത്തെ 3-ാം നാൾ ഉദ്ധാനം കൊണ്ട് അതിജീവിച്ച ഈശോ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.